Hello, welcome to Student Studies Trending On. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സുവോളജിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കൺസർവേഷൻ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അതിലൂടെ കയറി വരാം. ആൻഡ് ഫോക്കസ് പോയിന്റിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലേ. അപ്പം ആദ്യം ഇതിൽ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിന്റെ ഒരു ഗ്രാഫാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ ഒരു ഗ്രാഫാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, according to the study of Alexander von Humboldt in South American jungles സ്റ്റഡി നടത്തുകയുണ്ടായി. within a region, ഒരു റീജിയൻ എടുത്തിട്ട് സ്പീഷീസ് റിച്ച്നെസ് increases with increasing explored area but up to a limit. അതായത് സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യും നമ്മൾ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ, പക്ഷെ ഒരു സ്പെസിഫിക് ലിമിറ്റ് കഴിയുമ്പോൾ അത് നിൽക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഈ റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും നമ്മൾ വരയ്ക്കും നമുക്ക് കിട്ടുന്ന ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു കേർവ് ആണ്. അതിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പീഷീസ് റിച്ച്നെസ് ഏരിയ, ഒരു ബ്ലൂ കളർ കേർവ്, S=CA/Z എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫോർമുല എന്ന് പറയുന്നത്. അതിൽ S എന്ന് പറയുന്ന സ്പീഷീസ് റിച്ച്നെസ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്, C എന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് അഥവാ സ്ലോപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. വൈ ഇന്റർസെപ്റ്റ് സോറി സ്ലോപ്പ് അല്ല, വൈയിലുള്ള പോയിന്റ് ആണ്. ഇനി Z എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, Z ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലോഗരിതമിക് സ്കെയിൽ എടുക്കുന്ന സമയത്ത് the relationship is a straight line described by the equation log S is equal to log C plus Z log A. അതായത് ലോഗരിതമിക് സ്കെയിൽ എടുക്കുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡിപിക്ട് ചെയ്യാൻ പറ്റുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ജനറലി ചെറിയ ഏരിയാസ് എടുക്കുകയാണെങ്കിൽ സെഡിന്റെ വാല്യൂ 0.1 മുതൽ 0.2 വരെ ആയിരിക്കും. ലാർജർ ഏരിയ, അപ്പോൾ ഒരു എൻറ്റയർ കോണ്ടിനെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഭൂഖണ്ഡം മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റീപ്പർ ആയിരിക്കും. സെഡിന്റെ വാല്യൂ ഒരു 0.6 മുതൽ 1.2 വരെയൊക്കെ, 1.2 വരെയൊക്കെ അതിന്റെ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര കുത്തനെയായിരിക്കും ഈ ലൈൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ ഫോർ ഫ്രൂഗിവറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദി ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് ദ സെറ്റ് വാല്യൂസ് 1.15. അതായത് ഫ്രൂട്ട്സ് കഴിക്കുന്ന ബേർഡ്സ്, പലതരം ഭൂഖണ്ഡങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ബേർഡ്സിന്റെ ഈ ഒരു സ്കെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.15 ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് പറയാനായിട്ടുള്ളതാണ് എന്ത്? ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് ഒരുപാട് ജൈവ വൈവിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വേണമെന്ന് പറയുന്നത്. അതിലൊരു റിവെറ്റ് പോപ്പറ്റ് ഹൈപ്പോത്തസിസ് പറയുന്നുണ്ട്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കും, എന്താണ് റിവെറ്റ് പോപ്പറ്റ് ഹൈപ്പോത്തസിസ് എന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ അനോലോഗി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. It is proposed by Stanford ecologist Paul Ehrlich. പോൾ എർലിച്ച് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഒരു സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റ് ആണ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. സ്റ്റാൻഫോർഡ് എന്ന് പറഞ്ഞ പ്ലേസ്, അവിടെയുള്ള യൂണിവേഴ്സിറ്റി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഇൻ ആൻ എയർപ്ലെയിൻ, ഇതൊരു എയർപ്ലെയിൻ വെച്ചിട്ടാണ് പറയുന്നത്, എയറോപ്ലെയിൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ എക്കോസിസ്റ്റത്തെ മൊത്തത്തിൽ ഒരു എയർപ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് പറയണം. ഒരു എയർപ്ലെയിനിൽ ഓൾ പാർട്സ് ആർ ജോയിന്റ് വിത്ത് മെനി റിവെറ്റ്സ്. റിവെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രൂകളെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് റിവെറ്റുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ എയർപ്ലെയിൻ എന്ന് പറയുന്ന എക്കോസിസ്റ്റവും റിവെറ്റ് എന്ന് പറഞ്ഞ സ്പീഷീസുമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ പാസഞ്ചേഴ്സ് പോപ്പ് എ റിവെറ്റ്, പാസഞ്ചേഴ്സ് ഒരു റിവെറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് എക്സ്റ്റൻഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് അഫക്ട് ദി ഫ്ലൈറ്റ് സേഫ്റ്റി, ഫ്ലൈറ്റിന്റെ സേഫ്റ്റിനെ, അത് മൊത്തത്തിലുള്ള എക്കോസിസ്റ്റത്തിനെ എന്ത് ചെയ്യില്ല, അഫക്റ്റ് ഒന്നും ചെയ്യില്ല. പക്ഷേ മോർ ആൻഡ് മോർ റിവെറ്റുകൾ പോപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതായത് പതുക്കെ ഓരോ ഓർഗാനിസംസും പതുക്കെ എക്സ്റ്റെൻഡ് ആവുക, എൻഡേഞ്ചേർഡ് ആവുക ചെയ്തു കഴിഞ്ഞാൽ, അതായത് അങ്ങനെ എൻഡേഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ പതുക്കെ പ്ലെയിൻ ഉണ്ടാവും, വീക്കായി തുടങ്ങും, നമ്മുടെ എക്കോസിസ്റ്റം വീക്കായി തുടങ്ങും. ലോസ് ഓഫ് റിവെറ്റ്സ് ഓൺ ദി വിങ്സ്, വിങ്സിലുള്ള റിവെറ്റ്സ്, അതായത് വിങ്സിലുള്ള നമ്മുടെ വിങ്സില്, എയർപ്ലെയിനിലുള്ള വിങ്സിലുള്ള സ്ക്രൂ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ എയർപ്ലെയിൻ താഴെ വീഴും, അല്ലെ? ശരിയല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് കീ സ്പീഷീസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ്. അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? താറുമാറൊക്കെ കളയും, അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിനെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയും. സീറ്റുകൾ ഡിസ്ട്രോയ് ആവുന്നത് അല്ലെങ്കിൽ വിൻഡോസ് ഡിസ്ട്രോയ് ആവുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്
കീ സ്പീഷീസ് അല്ലെങ്കിൽ നമ്മുടെ വിങ്സ് എന്ന് പറയുന്നതിലുള്ള സ്ക്രൂ ഡിസ്ട്രോയ് ആയി പോകുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്കോസിസ്റ്റത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓർഗാനിസംസ് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ പതുക്കെ ഓരോ ഓർഗാനിസംസ് അഫക്റ്റ് ചെയ്ത് എൻഡേഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ, അതിൽ കീ സ്പീഷീസ് എൻഡേഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എക്കോസിസ്റ്റത്തിന്റെ എന്താ പറയുക നിലനിൽപ്പിനെ നല്ലോണം ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ റിവറ്റ് പോപ്പറ്റ് ഹൈപ്പോതെസിസ് പറയുന്നത്. ഓക്കെ, പോൾ എർലിച്ച് ആണ് ഇത് പറഞ്ഞത്, അത് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എങ്ങനെയൊക്കെയാണ് നശിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റിയുടെ ലോസസ് ആണ് ഇത് ഈവൾ ക്വാർട്ടറ്റ് എന്ന് പറയും. അതിൽ ആദ്യത്തെയാണ് ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും. അതിൽ പറയുന്നത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാവാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസാണ് ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെന്റേഷനും എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ ഏകദേശം 14 മുതൽ 6% വരെ ഉണ്ടായിരുന്നു. അവിടെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് 1000 ഏക്കേഴ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് പതുക്കെ മണിക്കൂറുകളോളം കൂടുമ്പോൾ പതുക്കെ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് സോയാബീൻ കൾട്ടിവേഷന് വേണ്ടിയിട്ടും ഗ്രാസ് ലാൻഡ് എന്താ പറയുക സോയാബീൻ കൾട്ടിവേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ഗ്രാസ് ലാൻഡ്സ് കാറ്റിൽസിന് വേണ്ടിയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വെട്ടി നശിപ്പിച്ച് പതുക്കെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കുമ്പോൾ അത് ഒരുപാട് എന്താ പറയുക ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന ആനിമൽസിന്റെ ഹാബിറ്റാറ്റിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അവർക്ക് ഒരുപാട് സ്ഥലം വേണം. സോ ഇങ്ങനെ സ്ഥലങ്ങൾ പോയി കഴിയുമ്പോൾ അതിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. മൈഗ്രേറ്ററി ആനിമൽസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ടെറിട്ടറീസ് ഇല്ലാതെയാക്കും. ഓക്കെ, ഇനി അടുത്ത ഫാക്ടറാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. സ്റ്റെല്ല സീക്കൗ അതുപോലെ എന്താ പറയുക പാസഞ്ചർ പീജിയൻ ഒക്കെ എക്സ്റ്റെൻഡ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടാണ് ഇതൊക്കെ ഇല്ലാതായത്. ഓക്കെ, നമ്മൾ ഓവറായിട്ട് ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊന്നും ഇല്ലാതായത്. ഇനി അടുത്താണ് ഏലിയൻ സ്പീഷീസ് ഇൻവാൻഷൻസ്. ഏലിയൻ സ്പീഷീസ് വേറൊരു സ്പീഷീസ് വന്നു കഴിയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇൻഡിജിനസ് സ്പീഷീസിനെ അത് കൊല്ലും. ഒരു എക്സാമ്പിൾ പറയുന്നത് നൈൽ പേർച്ച്. ലേക്ക് വിക്ടോറിയയിലെ നൈൽ പേർച്ചിനെ എന്ത് ചെയ്തു കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ കൊണ്ടുവന്നപ്പം ഏകദേശം നേറ്റീവ് ആയിട്ടുള്ള 200ഓളം എന്താ പറയുക കിക്കിൾഡ് ഫിഷിനെ അത് കൊന്നു ഈ നൈൽ പേർച്ചിനെ കൊണ്ടുവന്നപ്പോൾ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഏലിയൻ സ്പീഷീസ് ഇൻവാൻഷൻസ് കൊണ്ട്. ഇനി അടുത്താണ് കോ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം നശിച്ചു പോകുമ്പോൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഓർഗാനിസം ഇല്ലാതാവും. മ്യൂച്വലിസം എന്ന് പറയുന്നത് മ്യൂച്വലിസത്തിൽ ഇത് വളരെ വലിയൊരു പാർട്ടാണ്. കാര്യം ഇപ്പോൾ ഫിഗ് ട്രീ ഇല്ലാതായി കഴിഞ്ഞാൽ വാസ്പ് ഇല്ലാതാവും. കാര്യം വാസ്പാണ് ഫിഗ് ട്രീനെ പോളിനേറ്റ് ചെയ്യുന്നതും അതിലാണ് മുട്ടയിടുന്നതും. സോ ഇല്ലാതാവും. ഇനി അടുത്തത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ 2 രീതിയിലാണുള്ളത്. ഒന്ന് ഇൻസിറ്റ്യൂ കൺസർവേഷനും അടുത്തത് എക്സിറ്റ്യൂ കൺസർവേഷനുമാണ്. ഇൻസിറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ സൈറ്റ്, ആ സൈറ്റിൽ തന്നെ വെച്ചിട്ട്, അതായത് വിത്തിൻ അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് എക്കോസിസ്റ്റത്തിലോ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസോർട്സ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്സ്, നാച്ചുറൽ മോണുമെന്റ്സ് ഒക്കെ. ഇനി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി റിസർവ്ഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി വൈൽഡ് ലൈഫ് ഫോർ പ്രൈവറ്റ് ഓണർഷിപ്പ്, കൾട്ടിവേഷൻ, ഗ്രേസിംഗ് എക്സെട്രാ പ്രൊഹിബിറ്റഡ്. നാഷണൽ പാർക്കിൽ എന്താ പ്രൈവറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് ഒന്നും പറ്റില്ല, കൾട്ടിവേഷനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഇരവികുളം നാഷണൽ പാർക്ക് ഒരു എക്സാമ്പിൾ ആണ്. സാങ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൊട്ടക്ഷൻ ആനിമൽസിന് മാത്രമാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, പ്ലാന്റ്സിനൊന്നും പ്രൊട്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ വിറക് കളക്ട് ചെയ്യാൻ പോകാനോ അല്ലെങ്കിൽ തടി മുറിക്കാൻ പോകാനോ മൈനർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എടുക്കാൻ പോകാനോ അതിനൊക്കെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അതിന് എക്സാമ്പിൾ ആണ്. അത്രയും റെസ്ട്രിക്ഷൻ ഇല്ല. ഇനി ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് ഓഫ് ലാൻഡ് ഓർ കോസ്റ്റൽ എക്കോസിസ്റ്റം, ലാൻഡിനടുത്തുള്ള അല്ലെങ്കിൽ കോസ്റ്റൽ എക്കോസിസ്റ്റംസ് ഒക്കെയാണ്. അവിടെ കൺസർവേഷനും സസ്റ്റൈനബിൾ യൂസും, കൺസേർവ് ചെയ്യുന്നുണ്ട് പക്ഷേ സസ്റ്റൈനബിൾ യൂസും അവിടെ ഓക്കെയാണ്. അതുപോലെ അടുത്താണ് സീക്രട്ട് ഫോറസ്റ്റ്, കാവുകൾ എന്ന് പറയുന്നത്. അത് ഫോറസ്റ്റിന്റെ കുഞ്ഞു പാർട്ടുകളാണ്. അവിടെയും ഒരുപാട് ഹാബിറ്റാറ്റ് സർവൈവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓർഗാനിസംസ് സർവൈവ് ചെയ്യുന്നുണ്ട്. അറിയാലോ കാവുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് എക്സിറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഓഫ് സൈറ്റ് ആണ്. അത് നമ്മൾ ഔട്ട്സൈഡ് അവരുടെ ഹാബിറ്റാറ്റിന് ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യുക. സൂസ് എന്ന് പറയുന്ന എക്സാമ്പിൾ, സൂസ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്താണ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒരുപാട് ഫ്ലോർ ആൻഡ് ഫോണുള്ള റീജിയൻസിനെ തീവ്രതയുള്ളത്, അത് കോവിഡ് വന്നപ്പോഴും ഹോട്ട്സ്പോട്ട് ഉണ്ടായിരുന്നു. കാര്യം തീവ്രതയുള്ളത് എന്നുള്ളത് അത്രയും തീവ്രമായിട്ടുള്ള ഓർഗാനിസംസ് ഉള്ള ഭാഗങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദീസ് ആർ ദി റീജിയൻസ് വിത്ത് ഹൈ സ്പീഷ്യസ് റിച്ച്നെസ്, ഒരുപാട് സ്പീഷ്യസ് റിച്ച്നെസ് ഉള്ള ഭാഗങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുക. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം, അതായത് ഒരുപാട് സ്പീഷ്യസ് പ്രത്യേക ഏരിയയിലേക്ക് മാത്രം എന്താ പറയുക കൺസേർവ്ഡ് ആയിട്ടുള്ള സ്പീഷ്യസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് ത്രെട്ടൻഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയയിലേക്ക് കൺഫൈൻഡ് ആയിരിക്കും, അവർ നല്ലോണം ത്രെട്ടൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഓർഗാനിസത്തിനൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 34 ഹോട്ട്സ്പോട്ട്സേ ആകെ വേൾഡിലുള്ളൂ. ഓക്കെ, അതിൽ 3 ഇന്ത്യയിലുള്ളതാണ്. ഒന്ന് ഏതാണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗട്ട്സ്,
അതുപോലെ ശ്രീലങ്ക, പിന്നെ ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ, ഇതൊക്കെയാണ് ഉള്ളത്. വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്കയാണ് ഒന്ന്, പിന്നെ ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ അതാണ് രണ്ടാമത്തെ ഉള്ളത്. ഓക്കെ, അപ്പം 3 ഇന്ത്യയിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഓൾ ഹോട്ട്സ്പോട്ട്സ്, ലോകത്തുള്ള മൊത്തം ഹോട്ട്സ്പോട്ട്സും നോക്കിക്കഴിഞ്ഞാൽ എർത്തിന്റെ ആകെ 2% ലാൻഡ് ആകെ 2%ന് താഴെയാണ് ലാൻഡ് കവർ ചെയ്യപ്പെടുന്നത്. ബട്ട് ദി സ്പീഷ്യസ് റിച്ച്നെസ് ഈസ് എക്സ്ട്രീം ഹൈ. ഈ ഭാഗത്ത് ഈ ആകെ 2% മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും സ്പീഷ്യസ് അവിടെയുള്ളത് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ഹോട്ട്സ്പോട്ട്സ് റെഡ്യൂസ് ദി ഓൺഗോയിങ് എക്സ്റ്റൻഷൻസ് ബൈ എന്താ പറയുക 30%. നോർമലി ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻസ് കുറഞ്ഞു, നമ്മൾ എന്താ പറയുക ഈ ഹോട്ട്സ്പോട്ടുകളിൽ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ 30% കുറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ സുവോളജി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക, എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എന്ന് ഞാൻ പറയുന്നില്ല, ഇനി വീഡിയോസ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യൂ. +2 വീഡിയോസ് ഒക്കെ കഴിഞ്ഞു. സോ ഇനി കാണുമ്പോൾ നമുക്ക് കാണാം. അപ്പം വൃത്തിയായിട്ട് പഠിക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ.